ഹലോ. പാലക്കാട് നിന്നാ വിളിക്കണതേ. പങ്കജാണ് വിളിക്കണത് പറഞ്ഞോ സാറേ. പറഞ്ഞോ. എന്താ രാഹുലിനെ മാറ്റിയിട്ട് കോമഡി പിന്നെ എന്താ അവന് പെരുപ്പ് സാറടി വരുന്നു പറഞ്ഞു കേട്ടോ സാറ്. ഇങ്ങനെ ഓരോ ചർച്ചകൾ നടക്കുന്നു ഇങ്ങനെ. ചർച്ച നടന്നിട്ട് കാര്യമില്ല, ഒരൊറ്റ വോട്ട് ഞങ്ങൾ കൊടുക്കില്ല. ഉം. ഞങ്ങൾ ഈ പാലക്കാട്ടെ ഒരു ജനങ്ങളുടെ ആവശ്യം എന്താ ഇത്തവണ? രാഹുല് രാഹുല് വരാണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ രാഹുലിനെ മാറ്റിയ ഇവിടെ എല്ലാവരും പ്രതികരിക്കല്ല. ഇവിടെ ഒരൊറ്റ വോട്ട് കിട്ടില്ല. ഇവിടെ ഇവൻ നിന്നാലും കിട്ടില്ല. പിന്നെ വി ഡി സതീശനല്ല, ചെന്നിത്തലയല്ല, പിന്നെ എന്താണ് നിങ്ങൾക്ക് കിങ്ങിണി പറഞ്ഞ ഒരാളില്ല, എന്താണ് ഉരുളിയ അവർക്കൊന്നും ഞങ്ങൾ വോട്ട് കൊടുക്കില്ല. നിങ്ങളുടെ ചാനൽ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു വോട്ട് ഞങ്ങളുടെ കയ്യിൽ പ്രതീക്ഷിക്കേണ്ടത്. ഞങ്ങളുടെ ഷാഫിയെ തന്നെ ഇവന്മാരവിടെ കൊണ്ട് നിർത്തിയാലോ ഇത്തവണ? ഷാഫി അവിടെ MLA ഇത് വിട്ടിട്ട് ഇങ്ങോട്ട് വരണ, MLA ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് ഇതിന് വരുന്നു. MP ആണ് വടകര. അത് വിട്ടിട്ട് ഇവന്മാര് ഈ രാഹുലിനെ ഇതാക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഷാഫിയെ കൊണ്ട് തന്നെ അവനെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാൽ എങ്ങനെയാവും ജനങ്ങളുടെ പ്രതികരണം? ഷാഫിനെ കൊണ്ടുവന്ന വോട്ട് കിട്ടില്ല എന്നില്ല. പക്ഷെ എന്നാലും അതൊരു ചതിയല്ലേ സാർ അത് നടക്കണത്. അതൊരു ചതിയല്ലേ നടക്കുന്നത്. വെറുതെ ഇങ്ങനെ മാറി മാറി ഇവരാണ് നിന്ന് ആ കുട്ടി എന്തിനു പറ്റും? ആ കുട്ടിനെ ആരെ ഇനി ഏറ്റെടുക്കുക? ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് രാഹുൽ ഇവിടെ വന്നാൽ ഞങ്ങൾ സൂപ്പറായി ഞങ്ങൾ വോട്ട് കൊടുക്കും. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ കയറ്റിയിരുത്തി ഞങ്ങൾക്ക് നല്ല രാഹുലിനെ പിന്നെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന ജനമാണ് ഞങ്ങളുടെ പാലക്കാട്ട്. ഞങ്ങൾക്ക് അവ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവിടെ ഞങ്ങൾക്ക് രാഹുൽ ഒരു തെറ്റ് ഞങ്ങൾക്ക് ചെയ്തു തോന്നുന്നില്ല. ഇവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇവർ ഓരോന്ന് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ കണ്ടു നിൽക്കില്ല സാറേ. നിങ്ങൾ ഈ ഇത്രയും ദിവസം ഈ 4-5 മാസമായിട്ട് നിങ്ങൾ ഒരാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൾക്കാരെന്താ അതിന് ഉൾക്കൊള്ളാത്തത്? ഈ വായി വരാണ്ട് സാറിന്റെ ചാനൽ ഈ ആൾക്കാരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇവര് ഇത്രയും നിന്നിട്ട് ഇപ്പൊ ഇയാൾക്ക് ഒരു കേസ് വന്നു. ഇയാളുടെ കേസ് വന്നപ്പോൾ മാത്രം അത് അട്ടിമറിക്കാൻ ഇയാൾ തന്നെ നോക്കൂടാ, അത് ശരിയല്ല, അത് തെറ്റല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് കാര്യം വെളിയിൽ വരില്ല. നമ്മൾ സംസാരിച്ച് ഇപ്പൊ കണ്ടോ, രാഹുലിനെ സംബന്ധിച്ചുള്ള ഇവന്മാർ ഇത്രയും നശിപ്പിക്കാൻ നോക്കിയിട്ടും രാഹുലിന്റെ ഗ്രാഫ് എവിടാ നിൽക്കുന്നത്? ഇന്ന് സ്വതന്ത്രനായിട്ട് എവിടെ നിന്നാലും രാഹുൽ ജയിക്കുമല്ലോ. സ്വതന്ത്രനായിട്ട് ഞങ്ങളുടെ അവിടെ നിർത്താൻ പറയും. ഞങ്ങൾ വോട്ട് കൊടുക്കാം. സ്വതന്ത്രനായിട്ട് ഈ പാലക്കാട് ഞങ്ങൾ കൊണ്ട് നിർത്തി ഞങ്ങൾ വോട്ട് കൊടുത്ത് ഞങ്ങൾ ജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ രാഹുലിനെ വിടില്ല. രാഹുൽ 200 വീട് അവൻ തറക്കല്ലിട്ട കുട്ടിയാണ്. അതേപോലെ തന്നെ എനിക്കൊരു അനുകൂലം എനിക്ക് കിട്ടിയില്ല, എനിക്ക് അനുകൂലം തരില്ല. ഞാൻ ഇപ്പൊ തറക്കല്ലിലാണ് ഞാൻ ജീവിച്ച് പോണ ഒരാളാണ്. എനിക്ക് 61 വയസ്സായി സാറേ. എനിക്ക് ഇന്നൊരു അനുകൂലം വേണ്ട. ഞാൻ എന്റെ അനുകൂലത്തിന് വേണ്ടിയിട്ടല്ല. എനിക്ക് അവൻ നല്ലൊരു മകനാണ്. അവരുടെ അമ്മന്റെയും അവരുടെ പെങ്ങന്മാരുടെയും കാര്യങ്ങൾ ആലോചിക്കാണ്ട് ഇങ്ങനെ വന്ന് നാറിയ ഭരണം കാണിക്കണല്ലേ ഈ കോൺഗ്രസില്. അല്ല, ഇവന്മാരിവിടെ മീറ്റിംഗ് എല്ലാം കൂടി വലിയ തന്ത്രമൊക്കെ ഉണ്ടാക്കുന്നു. ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇവര് മീറ്റിംഗ് നടത്തില്ല സാറേ. ഇവരൊന്നും മീറ്റിംഗ് നടത്തില്ല. ഞാനത് അങ്കപ്പ പറഞ്ഞ സാറിനോട് ഞാൻ പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ കൗൺസിലറോട് പറഞ്ഞു. ഈ മറ്റേ ചന്ദ്രേട്ടൻ പറഞ്ഞ ആളിനെ കൂടെ പറയാൻ പറഞ്ഞപ്പോ ഇവരൊക്കെ മിണ്ടാണ്ട് ഇങ്ങനെ എന്താ ഊമ കത്തുപോലെ നിൽക്കുക സാർ. ഇവരില്ലേ ഊമ കത്തുപോലെ നിൽക്കുകയാണ് ഇവര്. ആരും ഉള്ളു തുറക്കണില്ല. അതിലെന്തോ ഒരു കളിയുണ്ട് ഇവരുടെ. ഇനി കോൺഗ്രസ് ഒന്നും കിട്ടില്ല ഇവിടെ. ഇനിയും വന്നോട്ടെ. എന്നാൽ പിണറായി വിജയന് വോട്ട് കൊടുക്കില്ല, അത് വേറെ കാര്യം. അങ്ങനെ വരികയാണ് പറഞ്ഞാൽ ഞങ്ങൾ BJP കുത്തിക്കളും. അതന്നെ ഞങ്ങൾ ഇനി അങ്ങനെ വരികയാണ് പറഞ്ഞ് ഞങ്ങള് പിന്നെ പിണറായി വിജയൻ എന്തായാലും വോട്ട് കൊടുക്കില്ല, അത് വേറെ കാര്യം. വോട്ട് കൊടുക്കുകയാണ് പറഞ്ഞാൽ ഞങ്ങൾ BJP കുത്തിയാലും ഇനി ഞങ്ങള് ഈ കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുക്കില്ല. ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഈ ഞങ്ങൾ പാലക്കാട്ടിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഞങ്ങൾ പാലക്കാട് മേഴ്സി കോളേജ്, കോട്ട മൈതാനം, ഈ കണ്ണനൂര്, പിന്നെ പ്രായിരി, കണ്ണനൂര്, പിന്നെ ഈ മേപ്പറമ്പ്, സകലത്ര ജനങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ BJPക്ക് വോട്ട് കൊടുത്ത് BJPനെ ജയിപ്പിക്കും. അതല്ലേ നല്ലത് സാറേ? അല്ല, ഇത്തവണ ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോക്കാം എന്താ അവസ്ഥ. ഇല്ലെങ്കിൽ രാഹുല് സ്വതന്ത്രനായിട്ടെങ്കിലും അവിടെ നിൽക്കും. അതിനാണ് സാറ് ശ്രമിക്കേണ്ടത്. നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങളുടെ ചാനൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ വിളിച്ചു, നിങ്ങൾ എടുക്കണില്ല. നിങ്ങൾക്ക് തിരക്കാണ്, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ചാനലിൽ തിരക്ക് വന്നുകൊണ്ടേ ഇരിക്കട്ടെ. തിരക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. എനിക്ക് സർപ്രൈസ് ചെയ്യാൻ അറിയില്ല സാറേ. എനിക്ക് തരാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഒരു വന്ന കോൾ എടുക്കും. അങ്ങനെ നിങ്ങൾ വിളിക്കും, എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും, ലയിക്കും. അത് മറ്റുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. പിന്നെ ഞാൻ രാഹുലിന് വേണ്ടി ഞാൻ മരുവത്തൂർക്ക് മാലയിട്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവൻ ഇവിടെ സ്വതന്ത്രനായി നിന്നാൽ ഞങ്ങൾ ജയിപ്പിച്ചോളാം. സ്വതന്ത്രനായി നിൽക്കാനുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക അവന്. എന്താ വെച്ചാൽ അവനെ ഒരിക്കലും അവിടെ നിന്ന് മാറണ്ട. അവന്റെ നമ്പർ കിട്ടാൻ പറ്റില്ല സാറിന് വിളിക്കാേ. ഞാനിതുവരെ വിളിച്ചിട്ടില്ല.
ഒന്ന് വിളിച്ചു പറയും സാറേ, ഞങ്ങളുടെ ഇപ്പം പാലക്കാട്ടിലെ സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തൊഴിലുറപ്പിൽ ആൾക്കാരും ഞങ്ങൾ വിളിച്ചിട്ടായിരുന്നില്ല സാറിന് 3-4 പ്രാവശ്യം വിളിക്കുന്നത് ഞാൻ. ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങൾക്ക് അനുകൂലപ്പെട്ട് നിൽക്കുന്നുണ്ട്. നീ ഒരു കാരണവശാലും മാറണ്ട, നീ നിന്നോ രാവിലെ നിന്നെ ജനങ്ങൾ നിന്നെ അവിടെ ഞങ്ങൾ കൈവള്ളി വെക്കും അവനെ. ഞങ്ങൾ ഇവിടെ കൈവള്ളി വെക്കും. അവൻ അത്രയും നല്ല കുട്ടിയാണ്. അവൻ ഇവർ ആരെന്ത് ചെയ്താലും വേണ്ട. അപ്പൊ ഇനിയിപ്പോ അവന്റെ കെട്ടിയ എന്താ ഒരു ആണെടുത്തനാണിത്. ഒരു പെണ്ണിന് കേസ് കൊടുക്കും. പെണ്ണിന് മോശമായിട്ട് ആരും കേസ് കൊടുക്കുവോ? ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഇരിക്കുന്നവര് കേസ് കൊടുക്കുകയാണ്. പിന്നെ എന്റെ ഭാര്യ ഒളിച്ചോടി വേണ്ട ഓടുക, പൊരേടി പോയി വേണ്ട ഓടുക. എങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല സാർ എനിക്ക്. ഒരു ഭർത്താവ് ഒരു പെണ്ണിന് എങ്ങനെ കേസ് കൊടുക്കുക? ഇത്ര കാലം വരെ ഇയാൾ അവിടെ പോയി ഉറങ്ങി കിടക്കരുത് ഈ കുട്ടി? ചോദിക്കട്ടെ, അന്ന് തന്നെ ചെയ്യേണ്ടതല്ല ഇതൊക്കെ. എന്റെ ഭാര്യ എങ്ങനെ തെറ്റിയിരിക്കുന്നു വേണ്ടി ഇയാൾ അന്ന് ഇറങ്ങാണ്ട് ഇപ്പൊ എന്ത് വേണ്ടത്? എത്ര സ്വയം ആലോചിക്കണ്ടേ? ഇവരെ കൊണ്ട് കൊള്ളാത്ത കൊണ്ടല്ലേ പോയെ ഇത് നാട്ടുകാരെ മൊത്തം അറിയിച്ചത്? ഇവനല്ലേ സ്വയം അപഹാസ്യനാകുന്നത്? അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ മാല ഇട്ടിരിക്കാൻ സാർ. പിന്നെ എനിക്ക് അത്ര മോശമായ വാക്കൊന്നും സംസാരിക്കാൻ പാടില്ല. അതല്ല ഞാൻ പറയണത്. ഇവൻ എന്തുകൊണ്ട് ഇത്ര കലമ്പര വായി മൂടി ഇരുന്ന് എത്ര പണം ഈ കെട്ടിയുള്ള കൂട്ടി കൊടുത്തിട്ട് കിട്ടിയെന്നുള്ളത് എനിക്ക് ചോദിക്കാൻ പറ്റാത്ത രീതിയാണ് ഇപ്പോ. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നും ദൈവം സമ്മതിക്കില്ല. ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മകനാണെങ്കിൽ അവന്റെ സത്യം വെളിയാകും. ആ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് ഗുരുവായൂരപ്പന്റെ അവിടെ ഇന്നലെ താലപ്പൊലി കഴിഞ്ഞിരിക്കുകയാണ്. അയാളുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും ചതിയിലൊന്നും പെടുത്താൻ ആ കുട്ടിനെ പറ്റില്ല. ആ കുട്ടി ചതിയിൽ പടില്ല. ഞങ്ങളാണ് പറയുന്നത്. ചതിയിൽ പടില്ല. ഞാൻ 16-ാം തീയതി ഞാൻ മരുവത്തൂർ പോവുകയാണ്. പോയി വന്നിട്ട് ഞാൻ അപ്പോഴേക്ക് അവന് എന്തെങ്കിലും ഒരു നല്ല കാര്യം നടത്തി കൊടുക്കാൻ സാറ് ശ്രമിക്കുക. അവന് സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പറയും. ഞങ്ങൾ ജയിപ്പിക്കാം. നമസ്കാരമുണ്ട്. പറഞ്ഞോച്ചാ. പിന്നെ ഞാന് പറയാൻ വരുന്നത്, പാലക്കാട്ട് നമ്മുടെ എന്താ പിഷാരടിയാ, രമേശ് പിഷാരടി. രമേശ് പിഷാരടിയെ നിർത്തുന്നുണ്ട് എന്ന് അറിഞ്ഞു. അത് ITI ന്യൂസ് കൂടാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എനിക്ക് അത് അഭിപ്രായമുള്ളത്, ഈ പുള്ളി അവിടെ നിന്ന് കോമഡി ആയി പോകത്തേ ഉള്ളൂ. കാര്യം സരിനെ അവിടെ കൊണ്ട് നിർത്തി. ഒടുവില് സരിൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനല്ല, ഈ കോൺഗ്രസിന്റെ IT സെല്ലിന്റെ എന്തോ വകുപ്പായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപ്സൂളുകൾ നിർമ്മിച്ചുള്ള ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയെ മാത്രമേ രാഷ്ട്രീയക്കാരനെന്ന് പറയാൻ ഒക്കൂ. ഇപ്പൊ ഇവിടെ രാഷ്ട്രീയക്കാർ നമ്മുടെ കോൺഗ്രസിലാണെങ്കിലും ഇടതുപക്ഷത്തിലാണെങ്കിലും കുറവാ. എന്നാൽ രാഷ്ട്രീയക്കാരുണ്ട്, അവരെ മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കിയിരിക്കുക. കോൺഗ്രസിലുള്ള ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം. കാര്യം യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് അടിയിടിയും കൊണ്ട് ജയിൽവാസം പല പ്രാവശ്യം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനൊക്കെയുള്ള ത്യാഗികളാണ്. ഈ VD സതീശനും രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ആളല്ല. പിന്നെ ഒരു ചാൻസ് കിട്ടിയപ്പം രാഷ്ട്രീയത്തിൽ കയറി ഇങ്ങനെ വിലസുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഞാൻ പഠിക്കുമ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു രമേശ് ചെന്നിത്തല. ആ പുള്ളിക്കാരന് രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. K മുരളീധരന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. അപ്പോ ഇതൊന്നും അല്ല ഈ രമേശ് പിഷാരടിയെ സംബന്ധിച്ച്. ഇപ്പൊ ഞാൻ പറയാം, ജഗദീഷ് വന്ന് ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് നിന്നില്ലയോ, ജയിച്ചോ? ഗണേഷ് കുമാർ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. കാര്യം ഒരു രാഷ്ട്രീയക്കാരന്റെ മകനാണ്. അപ്പം രാഷ്ട്രീയം കണ്ടു വളർന്നവനും പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പം പല പ്രാവശ്യം പത്തനാപുരത്ത് ജയിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി പാലക്കാട്ട് വന്നു നിന്ന കോമഡി ആയി പോകട്ടെ ഉള്ളതെന്നാണ് എന്റെ അഭിപ്രായം. സുനിൽ മാത്യു എന്ത് പറയുന്നു? അല്ലല്ല, ഞാൻ കേൾക്കുവാ, ഞാൻ പറഞ്ഞ ഞാൻ അഭിപ്രായം കേൾക്കുമായിരുന്നു. അപ്പൊ ഇത് കോൺഗ്രസിന് അതുപോലെ തന്നെ വേറെയും ഉണ്ട് എനിക്ക് പറയാൻ. കാര്യം എന്തുവാണ്, ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഒരു പ്രതിനിധി ഒരാളിവിടെ ഉണ്ടെന്ന് പറയുന്നത്, അവിടെ പേരിയാണെന്ന് ഓർക്കുന്നില്ല, അതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഉണ്ട്. പക്ഷേ ഇവരാരും ഇവിടെ ജനങ്ങളോട് സഹകരിക്കുന്ന വ്യക്തികളല്ല. എവിടെങ്കിലും AC മുറിയിൽ ഇരുന്നിട്ട് ഇമ്മമാര് കൊണ്ടുവരുന്ന തുക്കട പേപ്പറുകൾ നോക്കി വിലയിരുത്തുകയല്ലാതെ ഒരുത്തൻ ഇവരിപ്പൊ കൂടിയല്ല കോൺഗ്രസിന്റെ ഒരു കനകുരു വന്നെന്ന് പറയുന്നു. ഇവനൊക്കെ ഏതാണ്, ഇവനൊക്കെ ഏത് ജനത്തിന്റെ ഇടയിൽ, ഇവരുടെ ഒരു ഉദ്ദേശം വെച്ച് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മള് വീട്ടിലെ
പിന്നെ വീട്ടു ചെലവിന്റെ കാര്യം ഉദ്ദേശം വെച്ചാൽ ഇത്ര രൂപ ആകും, ഇന്ന കാര്യം ഇത്ര രൂപ ആകും എന്ന് പറയുന്ന പോലെ ജനങ്ങളെ ഇവന്മാര് വിലയിടുകയാണ്. ജനങ്ങളുടെ മനസ്സൊന്നും ഇവരറിയുന്നില്ല. അല്ല, ഇവന്മാരുടെ ഈ കനകുലുവിന്റെ ഇവന്റെ ഒക്കെ സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? ആണോ? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധര് തന്നെയാണ്. ഈ പണ്ടായിരുന്നു കഴുതയെന്നുള്ള ഒരു പേര്. ഇപ്പൊ കഴുതകളൊന്നുമല്ല ജനം ബുദ്ധിപൂർവ്വം തന്നെ വോട്ട് ചെയ്യും. എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടുമെന്ന് ഇവന്മാര് പറയുന്നേ? ഇവന്മാര് പൊട്ടത്താപ്പ് കണക്കങ്ങ് പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടൻ ഭാഷ പറഞ്ഞ പൊട്ടത്താപ്പ് എന്ന് പറയുന്നത്. കണക്കിട്ടങ്ങ് പറയുക. എന്തിന്റെ? അല്ലെങ്കിൽ ഇവന്മാർക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇവന്മാർ പറയണം, കൃത്യമായിട്ടും ലിസ്റ്റ് തരണം. ഇതാ ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര വോട്ടിന് വിജയിക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറയാം അതിനകത്ത് എന്തെങ്കിലും ഇവന്മാർ എന്തെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണെന്ന് പറയാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്റെ അഭിപ്രായത്തിന് രാഹുൽ ഗാന്ധിയും നമ്മുടെ സംസ്ഥാന അല്ല AICC പ്രസിഡന്റിന്റെ പേരെന്തോ, അതും മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം, എനിക്ക് ഈ പ്രായം കൊണ്ടുള്ള ഓർമ്മപ്പശ വരുന്നത് കേട്ടോ. അപ്പൊ ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ആളും അവരാരും ഒരു ഉത്തരവുകളും ഒരു ഇത് വിടുന്നില്ല ഈ ഇവന്മാര് പറയുന്നത് അവര് കേട്ടിട്ട് നിങ്ങൾ ആയിക്കോന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. ഇവർക്ക് എന്ത് കമാൻഡ് ഉള്ളത് ചായ? വലിയ ഹൈക്കമാൻഡ് ഉണ്ട്. എന്ത് ഹൈക്കമാൻഡ്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്ദിരാഗാന്ധി, ഈ ജഗജീവൻ റാം, അങ്ങനെ ഒരുപാട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ, അവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നെഹ്റുവിന്റെ കാലം പോലെ എനിക്ക് ഓർമ്മയുണ്ട്. നെഹ്റു മരിച്ചപ്പോഴൊക്കെ എനിക്ക് 10 വയസ്സുണ്ട്. അദ്ദേഹം മരിച്ച മരണ സമയമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ കൂടെ വന്ന അന്ന് ഹൈക്കമാൻഡിനൊരു വില ഉണ്ടായിരുന്നു. ഇന്ന് എന്ത് വിലയായി ഹൈക്കമാൻഡിനുള്ളത്? ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാതാ. ഡൽഹിയിൽ പോയിട്ട് KC വേണുഗോപാല് രാഹുൽ ഗാന്ധിയുടെ അടുത്തോ ഖാർഗെയുടെ അടുത്തോ പറയും ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു വിടും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവന്മാരുടെ കയ്യിലാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ താക്കോലിരിക്കുന്നത്. എന്നാൽ ഇവന്മാര് ഭരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. പിന്നെ വഴിമുട്ടി നിൽക്കുന്ന ജനങ്ങളായതുകൊണ്ടായി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഇവർ ജയിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഒറ്റ വോട്ട് കിട്ടത്തില്ല. ഈ പിണറായി വിജയൻ ചുവന്നേരെ നിന്നായിരുന്നെങ്കിൽ 3ാമതും വരായിരുന്നു. പിണറായി വിജയനാണ് ഇടതുപക്ഷത്തെ തൊലച്ചത്. വേറെ ആരുമില്ല. ഒറ്റ പോലും അടുപ്പിക്കാതെ ഇയാൾ ക്ഷേത്രാധിപതിയായിട്ട് നിന്ന് ഈ പണി കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ രാഷ്ട്രീയക്കാർ തന്നെ സ്ഥാനാർത്ഥികളായിട്ട് നിന്നെങ്കിലേ വെക്കൂ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ വടക്കൻ കേരളത്തിൽ എവിടോ ഒരു ബ്ലോക്ക് പഞ്ചായത്തില് ഒരുത്തിന് ഒരു സ്വതന്ത്രന് 50 ലക്ഷം വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ? അവൻ പറഞ്ഞത് എന്തുവാ? പണ്ട് ഞങ്ങളുടെ നാട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു, മത്തായി എന്ന് പറയും. മത്തായി കള്ള് കുടിച്ചിട്ട് എന്നും അടി വാങ്ങിക്കും. അപ്പൊ പിള്ളേർ ചോദിച്ചു അച്ഛൻ എന്തിനാ ഇങ്ങനെ നടന്ന് അടി വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞടാ മത്തായി കള്ള് കുടിച്ചത് മൂഞ്ചാനല്ല തല്ലുകൊള്ളാൻ. എന്ന് പറഞ്ഞതുപോലെ ഇവന്മാര് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് നമ്മളെ സേവിക്കാനൊന്നുമല്ല. അവൻ പറഞ്ഞു എനിക്കിപ്പോ ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എനിക്ക് ജീവിക്കാനുള്ള എന്ത് സാഹചര്യം ഒരുക്കണമെന്നാണ് അവൻ പറഞ്ഞത്. അത് റെക്കോർഡായല്ലോ ആ കോള്. അത് ഇതേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. ജനങ്ങളെ മുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാശ് കൈ കിട്ടുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും പോട്ടെന്ന് കണ്ട് കുറച്ച് നക്കാപ്പിച്ചൊക്കെ നമുക്കും തരുന്നതാ. ബഹുഭൂരിപക്ഷം ഇവരാ കൊണ്ടുപോകുന്നത്. പിണറായി ഇവിടെ കോൺഗ്രസ് കയറിയാലും ഒട്ടും മോശമായിരിക്കത്തില്ല. പിന്നെന്തുവാ ലോക്കപ്പും വർധനങ്ങളോ അതോ ഇതൊക്കെ കുറെ പോലീസിന് പവർ കൊടുക്കും കോൺഗ്രസ്. ഇവരാണ് ഇടതുപക്ഷമാണ് പോലീസിനെ നിർവീര്യമാക്കുന്നത്. അതായി പോലീസ് ഇങ്ങനൊക്കെ കാണിക്കുന്നത്. എന്നാൽ ഒരു കമാൻഡിങ് പവർ കോൺഗ്രസിന് പൊതുവെ പോലീസിന്റെ മേലുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ പാലക്കാട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനമായിട്ട് കോൺഗ്രസ് രാഹുലിനെ എടുത്തില്ലെങ്കിൽ രാഹുലിന് വിഷമിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു ജനസേവകൻ എന്നുള്ള നിലയിൽ പാലക്കാട്ടുകാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം. ജയിക്കത്തില്ലേ? എന്തോ രാഹുൽ അവിടെ സ്വതന്ത്രനായി ഇപ്പൊ ഇവന്മാര് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അന്നേരം കോൺഗ്രസ് MLA എന്ന് അല്ലെ അതിനെക്കുറിച്ച് പറയുന്നതിനകത്ത് നമുക്ക് യാതൊരു ഇതുമില്ല. ഈ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ
രാഹുൽ സ്വതന്ത്രനായി നിൽക്കുന്നതല്ലേ നല്ലത്? അതെ, രാഹുൽ അവിടെ നിൽക്കണം. ഏത് ലേബലിൽ നിന്നാലും രാഹുൽ അവിടെ നിൽക്കണം. രാഹുൽ ഏത് ലേബലിൽ നിന്ന്, രാഹുൽ മറ്റു പാർട്ടിയിൽ നിന്നും പോകുന്ന വ്യക്തിയല്ല. എനിക്ക് മനസ്സിലാക്കിയതാ ഞാൻ. അവിടെ സ്വതന്ത്രം നിൽക്കാനുള്ള അവകാശമുണ്ടല്ലോ ഇന്ന് ഭരണഘടനയില്ല. സ്വതന്ത്രനായിട്ട് നിൽക്കാൻ ഏതൊരു പൗരനും ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനുള്ള അവകാശമുണ്ട്. പ്രായപരിധി ഇല്ലല്ലോ അതിന്. 18 വയസ്സ് കഴിഞ്ഞോ 21 വയസ്സ് മുതലെങ്ങാണ്ടാണ് അതിന്റെ പരിധി ഇല്ല. ഏത് വയസ്സ് വരെ നിൽക്കാം. പൈസ കെട്ടി വെക്കാനുണ്ടെങ്കിൽ നിൽക്കാമല്ലോ. അപ്പൊ രാഹുല് പാലക്കാട്ട് തന്നെ നിൽക്കണം. പാലക്കാട്ടുകാരുടെ സ്ഥാനാർത്ഥിയാണ് രാഹുല് പാലക്കാട്ട് തന്നെ ജയിച്ചു വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.